ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇടവകയുടെ വികാരി വന്യനായ മാത്യു എബ്രഹാം അച്ഛൻ, ഇന്ന് വിശുദ്ധ കുർബാനയിൽ കാർമ്മികരായിരിക്കുന്ന വന്യ മാമൻ തോമസ് കോറപ്പിസ്കോപ്പ, വന്യ മാത്യു വർഗീസ് കോറപ്പിസ്കോപ്പ, വന്യനായ ചെറിയാനച്ഛൻ, സാന്നിധ്യം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നമ്മെ ഏവരെയും ധന്യരാക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ കന്യകമർദ്ദമറിയാം അമ്മയുടെ ഓർമ്മയും പ്രാർത്ഥനകളും സ്മരണയുമൊക്കെ അനുഗ്രഹീതരാക്കുന്ന ഒരു തലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. തമ്പുരാനെ പെറ്റ അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മധ്യസ്ഥത യാചിക്കാത്തവരായി മറ്റാരുമില്ല. സ്വന്തം മാതാവിനെ അമ്മയെന്ന് വിളിക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ അമ്മയെ എൻ്റെ അമ്മച്ചി എന്ന് വിളിച്ച് പഠിപ്പിച്ച ഒരു പാരമ്പര്യമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുക്ലിയോനിൽ നമ്മൾ ചൊല്ലിക്കേട്ടു, മറിയാമിന് സ്മരണം വരദായകമാകണമെന്ന്. വരം പ്രാപിക്കാൻ അനേകം വർഷങ്ങൾ തപസ്സിരുന്ന മാമുനിമാരുടെ ഒരു നാടാണ് നമ്മുടേത്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി അവരൊരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. എന്നാൽ പിതാക്കന്മാർ വളരെ ലളിതമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, അമ്മയെ ഓർക്കുക എന്ന് പറയുന്നത് അത് വരദായകമാണ്, അത് വരം പ്രാപിക്കുന്നതിന് തുല്യമാണ്. അദൃശ്യരാകാനും അല്ലെങ്കിൽ പറക്കുവാനും രോഗം മാറ്റുവാനും മാത്രമുള്ളതല്ല വരം. അമ്മയെ ഓർത്ത് കിട്ടുന്ന ആത്മീയമായ വരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അമ്മയോട് നമുക്കുള്ള ഒരു വലിയ ബന്ധം അത് മറ്റുള്ള വേദശാസ്ത്രങ്ങളെക്കാളും സഭാവിഭാഗങ്ങളെക്കാളും ഉപരിയായി നമ്മൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. നമ്മൾ ഇന്നും കേട്ടു, മോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടണം എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും മാതാവിൻ്റെ മധ്യസ്ഥതയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി തീരണം. എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉടമ്പടിയായി തീർന്ന ഏറ്റവും വലിയ ഉടമ്പടിയായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ലോകത്തിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അത് വെറും ഒരു ടെസ്റ്റമെൻ്റ് അല്ല, ഒരു കവനൻ്റ് മാത്രമല്ല, അതൊരു സ്പിരിച്വൽ എക്സസൈസും എക്സ്പീരിയൻസുമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ലോകത്തിൽ ഇന്ന് അറിവില്ലാതെ പലരും മറ്റു പലയിടത്തും പോയി ഉടമ്പടി എടുക്കാൻ ഓടുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഉടമ്പടി അമ്മയോടോ പരിശുദ്ധന്മാരോടോ ഒന്നുമല്ല. ഉടമ്പടി എടുക്കേണ്ടത് എനിക്കും നിങ്ങൾക്കും വേണ്ടി തിരുശരീരം തിരിച്ചോര ചിന്തിത്തന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആ ദൈവത്തെ വിട്ട് അമ്മയെ സഹരക്ഷകയെന്നോ ഉടമ്പടി എടുക്കുന്നവളോ എന്നൊക്കെ പറയുന്നതിലേ നമുക്ക് പ്രശ്നമുള്ളൂ. അതിനപ്പുറമായൊരു വലിയൊരു അനുഭവം, എൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും അത് ഏറ്റവും അടിത്തറയാണ്. അതോട് ചേർന്ന് അമ്മയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും അത് കടപരിഹാരങ്ങൾക്ക് കോട്ടയാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലെല്ലാം വരുന്നുണ്ട്. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മൾ ഓർത്തോണം, ഒരു വലിയ സൗമ്യതയുടെ സാന്നിധ്യമാണ്. നമ്മുടെ സുറിയാനി പിതാക്കന്മാർ അമ്മയുടെ മധ്യസ്ഥതയെക്കുറിച്ച് പാടി നമ്മൾ പ്രത്യേകിച്ച് ഒരു യാക്കോബിൻ്റെ ബോവൂസോ അതിൻ്റെ അവസാനത്തെ വരികൾ നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. 9 മാസം നിന്നെ ഏറ്റോൾ തൽപ്രാർത്ഥനയാൽ ദൈവാത്മജനെ കോപത്തിന്തൻ തൊഴിവാക്കേണം. ആ മധ്യസ്ഥത അല്പം കൂടെ വികാരപരമാക്കുക. അമ്മയുടെ നാമത്തിൽ മധ്യസ്ഥതകളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ലെവലിൽ തമ്പുരാനോട് പറയുക, എൻ്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങൾ ഒത്തിരി പാപികളാണ്, പക്ഷേ ഈ ലോകത്തിലെ മറ്റു സാക്ഷ്യങ്ങളൊക്കെ മറന്നു പോയാലും 9 മാസം നിന്നെ ഉദരത്തിൽ ചുമന്ന ഒരമ്മയുണ്ട് എന്ന് വെച്ചാൽ ഓർത്തോണം. പുത്രൻ തമ്പുരാനെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിക്കുകയാണ്. ഒരു സ്പിരിച്വൽ ഇമോഷൻ
ഒരു ആധ്യാത്മിക വികാരത്തിലേക്ക് നയിക്കുകയാണ്. പുത്രനെ ഓർപ്പിക്കുകയാണ്, ഞങ്ങൾ മറ്റുള്ളവരുടെ ഒന്നുമല്ല പറയാൻ പോകുന്നത്, നിന്നെ 9 മാസം ഉദരത്തിൽ വഹിച്ചു എന്ന് വെച്ചാൽ ഓർപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചു, നിനക്ക് വേണ്ടി മോശക്കാരി എന്നുള്ള പേര് കേട്ടു, കഷ്ടപ്പാടുകൾ സഹിച്ചു, കിടക്കാനും ഇരിക്കാനും ഉണ്ണാനും കരുതാനും ആളില്ലാതെ വരഞ്ഞു. ആ അമ്മയെ നീ ഒന്ന് ഓർക്കണം. നമ്മളുടെ പിതാക്കന്മാരുടെ അതിനെക്കുറിച്ച് അപ്രേമിൻ്റെ വലിയ വ്യാഖ്യാനങ്ങൾ തന്നെയുണ്ട്. അപ്രേം പിതാവ് പറയുന്നത്, കൃത്യമായിട്ട് പറയുന്നത്, യാക്കോബ് അത് ചൊല്ലി പറഞ്ഞെങ്കിലും അപ്രേം പിതാവ് അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ രീതിയിൽ പറയുമ്പോഴത്തേക്ക് തമ്പുരാന് മാറി ഒളിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ദിവ്യമായ അനുഭവം, ദിവ്യമായ ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ സഭ അവിടെ സമർപ്പിച്ച് നൽകുകയാണ്. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ബലഹീനതകളുടെയും കുറവുകളുടെയും ഒക്കെ മധ്യത്തിലിരിക്കുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. എനിക്ക് വേണ്ടി എന്തെങ്കിലും അമ്മ തരിക എന്ന് മാത്രമല്ല, അവൾ 9 മാസം നിന്നെ വഹിച്ചു, ത്യാഗങ്ങൾ സഹിച്ചു, വേദനകൾ സഹിച്ചു. അവളുടെ പ്രാർത്ഥന അതിനപ്പുറമായിട്ട് എന്ത് മധ്യസ്ഥതയാണ് ഉള്ളത് പ്രിയമുള്ളവരെ. നിങ്ങൾ ഞാനും ഒക്കെ ചിന്തിച്ചോണം, നമ്മളൊക്കെ ഈ ലോകത്തിൽ വലിയ ബുദ്ധിമാന്മാരും വലിയ വലിയ ആളുകളുമാണ്. പക്ഷെ അവരവരുടെ അമ്മ ഒരു അപേക്ഷ മക്കളോട് പറഞ്ഞാൽ, മോനെ ഇന്നാളെ മറക്കരുതെന്ന് പറഞ്ഞാൽ, കരുതരുതെന്ന് പറഞ്ഞാൽ, എനിക്ക് നേരിട്ടറിയാം അമ്മമാരും മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മക്കളെ അവരെ മറക്കരുത്, അവരുടെ തലമുറയെ മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയോ നാൾ കഴിഞ്ഞിട്ടും അത് നിറവേറ്റുവാൻ വേണ്ടി ഭൗമികരായ നമ്മൾ ഉദ്യമിക്കുന്നെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഉദ്യമമാണ് തമ്പുരാനെ കൊണ്ട് പിതാക്കന്മാര് ഈ മധ്യസ്ഥതയിലൂടെ ഓർപ്പിക്കുന്നത്, നമ്മളെ അവിടേക്ക് നയിക്കുന്നത്. ഇന്ന് നമ്മൾ വിശുദ്ധമായ ഏവൻഗേലിയോൻ വായിച്ചപ്പോൾ ഒരു കാര്യം കേട്ടു. കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമ്മൾ ഇന്ന് എത്രയും 2000 വർഷം കഴിഞ്ഞിട്ടും മറിയാമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ നിന്ന് ശക്തമായി സാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപേക്ഷാസ്വരം അമ്മയുടെ മധ്യസ്ഥത ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഓർത്തോണം, എൻ്റെയും നിങ്ങളുടെയും മാർത്തോമൻ പൈതൃകവും വിശ്വാസവും ശ്രേഷ്ഠമാക്കുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തല. സകല തലമുറകളും. ചിലരെ സംബന്ധിച്ച് അമ്മ ഒരു മൊട്ടത്തോട. കർത്താവിനെ പ്രസവിച്ചതോടുകൂടി അവളുടെ ആ ഒരു നാടകം തീർന്നു എന്നുള്ള കൺസെപ്റ്റോടുകൂടി പറയുന്നവരാ പലരും. അമ്മയെ ഭാഗ്യവതി എന്ന് പറയാൻ മടിക്കുകയാണ്. അമ്മയെ കൊണ്ട് തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പറയിപ്പിച്ചത് പരിശുദ്ധാത്മാവ്. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ജിഹ്വയിലാണ് പറഞ്ഞത്, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ മണമുള്ള, ഗന്ധമുള്ള, അനുഭവമുള്ള, വേദശാസ്ത്രവും പാരമ്പര്യവുമുള്ള തലമുറയിൽപ്പെട്ടവർക്ക് അമ്മ ഭാഗ്യവതി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അമ്മ കറിവേപ്പില മൊട്ടത്തോടാണ്. അമ്മ വീണ്ടും പ്രസവിച്ചിട്ടുണ്ട്. അമ്മയുടെ പ്രാധാന്യം എന്തെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ ഓർത്തോണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവ്യാനുഭവമാണ് കന്യകാത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വിർജിനിറ്റി, ക്ലെൻലിനെസ് എന്ന് പറയുന്നത്. ക്ലെൻലിനെസ്സിനേക്കാൾ ദി വിർജിനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതെന്ന് പറയുന്നത് ദൈവത്തോട് തുല്യമാണ്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അമ്മയെ സംബന്ധിച്ച് കന്യകാത്വം പോയില്ല, പക്ഷെ അവൾ പ്രസവിച്ചു. അമ്മയെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധയായിരുന്നു, എന്നാൽ മറി എന്നവളല്ലേ എന്നുള്ള പേര് കേട്ടു. അമ്മയെ സംബന്ധിച്ച് 2ാമത്തെ സ്വർഗമെന്ന് പേര് കേട്ടവളാണ്, 2ാമത്തെ സ്വർഗമെന്ന് അറിയപ്പെട്ടവളാണ്. എങ്കിലും അമ്മയെപ്പോലെ ഈ ലോകത്തിൽ ആരും താഴ്ത്തപ്പെട്ടിട്ടുമില്ല, അമ്മയെപ്പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടുമില്ല. ഇതൊരു പ്രധാനമായിട്ട്, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധനായ യാക്കോബ് തന്നെ അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രത്തിൽ പറയുന്നത്, മരിയോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉയർത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അമ്മ ഏറ്റവും താഴ്ത്തപ്പെട്ടു, ഏറ്റവും ഉയർത്തപ്പെട്ടു എന്ന് പറയുമ്പം വളരെ ലളിതമായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ചു വിടാം. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെ പിന്നിൽ ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഫ്ലൈറ്റ് ഫ്ലീ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് ഫ്ലൈറ്റ് ഫ്ലീ സിൻഡ്രോം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ചാടുമ്പോൾ ആ ചാടുന്ന താഴെ വീഴുന്നത് വരെ അതിനിടയ്ക്കുള്ള ഒരു അവസ്ഥയുണ്ട്. രക്തമൊക്കെ പെട്ടെന്ന് ഉറഞ്ഞു പോകുന്ന ഒരു അനുഭവം. അതായത് ഫ്ലൈറ്റിലുമൊക്കെ പോകുമ്പോൾ ഉയർന്നു പോകുന്ന ഫ്ലൈറ്റ് പെട്ടെന്ന് മേഘപാതങ്ങളിലും മറ്റും പെട്ടെന്ന് താഴേക്ക് പോകുന്ന ഒരു അനുഭവമുണ്ട്. ആ ഒരു കുലുക്കമുണ്ട്, ആ സമയത്തുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്.
നമ്മൾക്കറിയാം, അതായത് ഒരു സ്റ്റാറ്റിക്കായിട്ട് ഒരു ലെവലിൽ പോവാന്ന് പറയുന്നത് സിമ്പിളാണ്, എന്ന് വെച്ചാൽ വലിയ പ്രശ്നമില്ല. അതേസമയം താഴേന്ന് ഉയർന്നു പോന്നിട്ട് പിന്നെ താഴേക്ക് പോകുക എന്ന് പറയുന്ന പ്രശ്നമാണ്. അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്ന, അതായത് പെട്ടെന്ന് എടുത്തെറിയപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവം, നൊമ്പരപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവം, കഷ്ടതകളാകുന്ന കത്തി കൊണ്ട് കുത്തുകൊണ്ട അനുഭവം, അങ്ങനെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മയുടെ ഓർമ്മയാണ് നമ്മൾ കൊണ്ടാടുന്നത്. മാർത്തോമൻ പൈതൃകത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പാടിക്കേട്ടതാ. പ്രധാനമായിട്ടും ഒരു പെരുന്നാളുകളുടെ ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിത്തുകളെക്കുറിച്ചും കതിരുകളെ പറ്റിയും മുന്തിരിയെപ്പറ്റിയും അമ്മയുടെ നാമത്തിൽ 3 പെരുന്നാളുകൾ കൊണ്ടാടണമെന്നുള്ള ആധികാരിക അപ്പോസ്തോലിക രേഖയുമായി കർത്തൃശിഷ്യനായ യോഹന്നാൻ എഫേസൂസിലെത്തിയപ്പോൾ അവിടെ പനിമഴ പെയ്തു എന്നാണ് പറയുന്നത്. അത്രമാത്രം പവിത്രമാണ്. അത് മറ്റാരുടെ കയ്യിലും കൊടുത്തുവിട്ടില്ല. അമ്മയുടെ സംരക്ഷകനായി കൂടെ ഉണ്ടായിരുന്ന യോഹന്നാന ആ ഒരു പവിത്രമായ രേഖ, ആ ഒരു സ്പിരിച്വൽ ഡോക്യുമെന്റ് കൊണ്ടുപോയതെന്ന് പ്രത്യേകിച്ച് ഓർക്കണം. ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത് വിത്തുകൾക്ക് വേണ്ടിയുള്ള അമ്മയോടുള്ള മധ്യസ്ഥതാ പെരുന്നാളാണ്. പ്രത്യേകിച്ച് നമ്മളുടെ പാരമ്പര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലത്ത് 3 പെരുന്നാളുകൾ കൊണ്ടാടണമെന്ന് ആധികാരിക രേഖയുമായി യൂഹാനോൻ പോയെന്ന് പറയുമ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 3 പെരുന്നാളല്ല, ഒത്തിരി പെരുന്നാളുകൾ ആദ്യകാലത്തുണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാം അമ്മയുടെ പേരിൽ നാമത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും നോയമ്പെടുക്കുന്നുണ്ട്. അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്, വചനിപ്പ് പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. ഇനി സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും 8 നോയമ്പ് ശക്തമായി കൊണ്ടാടുന്നുണ്ട്. മാതാവിൻ്റെ ഭക്ഷ്യ പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കിന്റെ പെരുന്നാളുണ്ട്. ഇങ്ങനെ ത്യാഗാർദ്രമായ പെരുന്നാളുകൾ ഒത്തിരിയാ. വീണ്ടും വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ കൊണ്ടാടുന്നു. ഇപ്പോൾ മുന്തിരിക്ക് വേണ്ടിയുള്ള പെരുന്നാൾ ഇവിടെ കൊണ്ടാടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഓർത്തോണം, ലോകത്തിൽ അമ്മയുടെ നാമത്തിൽ മറ്റേത് സഭാവിഭാഗങ്ങൾ പെരുന്നാൾ കൊണ്ടാടുന്നതിനപ്പുറമായ പെരുന്നാളുകൾ അത് കൊണ്ടാടുന്നത് നമ്മുടെ മാർത്തോമൻ സുറിയാനി ക്രിസ്ത്യാനികളാണ്. അടിസ്ഥാനപരമായിട്ട് അമ്മയുടെ ഓരോ ഓർമ്മയും പവിത്രമായിട്ട് കൊണ്ടാടും. വിത്തുകളുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പ്രധാനമായും 2-3 കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ച് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ ഒരു കാർഷിക പശ്ചാത്തലം പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ബാങ്ക് സംവിധാനങ്ങളോ ഔട്ട്സൈഡിലുള്ള ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ കൃഷിയെ വളരെ ആശ്രയിച്ചിരുന്നു. അപ്പോൾ നടാനും കൊയ്യാനും അത് പ്രത്യേകിച്ച് കളകൾ പറിച്ചു കളയാനും അല്ലെങ്കിൽ ഈ ധാന്യങ്ങൾ ഇടിച്ചു പൊടിച്ചെടുക്കാനും ഇങ്ങനെയുള്ള പ്രധാനമായ സന്തോഷ അനുഭവങ്ങളിലൊക്കെ അമ്മയുടെ പെരുന്നാൾ നമ്മുടെ പിതാക്കന്മാർ കൊണ്ടാടിയിരുന്നു. നല്ല കാർഷിക വിത്തുകൾ കിട്ടണം. പ്രത്യേകിച്ച് അന്തക വിത്തുകളുടെ കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ഒക്കെ ജീവിക്കുന്നത്. ടെർമിനേറ്റഡ് സീഡ്സ് ഉണ്ട്. ഒറ്റ കൃഷിയിൽ ഒരുപാട് വിള കിട്ടും. എന്നാൽ അതിനപ്പുറമായിട്ട് ഓരോ വിളയിലും 100 കണക്കിന് മടങ്ങ് ഫലം കായ്ക്കുന്ന വിത്തുകൾ ഉണ്ടാകണം. അപ്പൊ കാർഷിക പശ്ചാത്തലം എന്ന് പറയുമ്പോൾ നമ്മളുടെ കുടുംബവുമായിട്ടൂടെ ബന്ധപ്പെട്ട് നിൽക്കണം. പഴയ കാലത്ത് പിതാക്കന്മാർ നിർബന്ധമായിട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അതായത് ഒരു ഗർഭിണി, അവൾ ഗർഭിണിയായി വരുമ്പോൾ തന്നെ അമ്മയുടെ നാമത്തിൽ വലിയ പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം. രോഗികളായിരിക്കുമ്പോൾ ലൂക്കോസ് സ്ലീഹായാൽ മത്തായി സ്ലീഹായാൽ വിരചിതമായ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന, രോഗമോ ദുഃഖമോ വരുമ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളുടെയും തലമുറകളുടെയും രോഗം മാറാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മത്തായി സ്ലീഹയുടെ പ്രാർത്ഥന ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. പനിയോ മറ്റസുഖങ്ങളോ ക്ഷീണതകളോ വരുമ്പോൾ ഇന്നത്തെ പോലെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു പാരമ്പര്യമില്ല. മറിച്ച് ഒരു മെഴുതിരി കത്തിച്ച് വെച്ച് വേദപുസ്തകമൊക്കെ വെച്ച് ഒരു ഗ്ലാസ്സിനകത്തിൽ വെള്ളം വെച്ച് അവിടുത്തെ കാർണോര് പ്രാർത്ഥിക്കും. ഈ മധ്യസ്ഥ പ്രാർത്ഥനയും 91 സങ്കീർത്തനവും ചൊല്ലി അതിലൊന്ന് ഊതി അത് കൊടുക്കും. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തോ ആണേലും എത്ര പനിയായിട്ട് കിടന്നാലും പിറ്റേ ദിവസം എഴുന്നേറ്റ് നടക്കുന്നത് കാണാം കുഞ്ഞുങ്ങൾ, തലമുറകൾ. അതൊരു വിശ്വാസമായിരുന്നു. അപ്പോൾ നല്ല തലമുറകൾ, നല്ല വിത്തുകൾ കൃഷിയിൽ മാത്രമല്ല തലമുറയിലുണ്ടാകണം, ബിസിനസ്സിലുണ്ടാകണം, ബുദ്ധിയിലും യുക്തിയിലും ഉണ്ടാകണം, ആത്മനിറവിലുണ്ടാകണം. ഓരോ വിത്തെന്ന് പറയുന്നതും പ്രിയമുള്ളവരെ ആത്മനിറവിൻ്റെ പ്രതീകമാണ്, തികവിൻ്റെ പ്രതീകമാണ്, പുതിയൊരു തലമുറയെ കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ നമ്മളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കൃഷിയും മറ്റു കാര്യങ്ങളുടെയും
അതോടൊപ്പം ബുദ്ധിയും യുക്തിയും ആരോഗ്യവും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇന്ന് നമ്മളിതൊക്കെ മറന്നു പോകുകയാണ്. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അമ്മയുടെ മധ്യസ്ഥത ഉണ്ടാകണം. രണ്ടാമതായി, വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ അടിസ്ഥാന വിത്തെന്ന് പറയുന്നത് തമ്പുരാനാണ്. എല്ലാം ഈ ലോകത്തിൽ ഉളവായത് ദൈവത്തിൽ നിന്നാണ്, തൃത്വ ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ആധാര വിത്തിനെ, അടിസ്ഥാന വിത്തിനെ വഹിച്ച നിർമ്മല വിത്തായി അമ്മ മാറി. അതാണ് പറയുന്നത്, ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വായാലാണ്, വചനത്താലാണ്, ദൈവത്തിൻ്റെ ശക്തിയാലാണ്. എന്നാൽ അതേ ദൈവം മനുഷ്യനായി അമ്മയിൽ ഒരു വിത്ത്, ഒരു ചെറിയ മുള പോലെയായി തീരുകയാണ്. അതുകൊണ്ട് ആ കന്യകയാകുന്ന പെണ്ണാട്ടിൽ നിന്ന് മുളച്ചു വന്ന ആ ദിവ്യ സൗരഭ്യ സസ്യമായ തമ്പുരാനെ നമ്മൾ പറയാനുള്ള കാരണം അതാ. അപ്പോൾ അത് വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം, എല്ലാ സൃഷ്ടിയെയും സൃഷ്ടിച്ച, എല്ലാ മുളയും വഹിച്ച ആ ദിവ്യ വിത്തിനെ വഹിച്ച ആധാര ഒറിജിനൽ സീഡായി അമ്മ മാറ്റപ്പെടുകയാണ്. അതിൻ്റെ വേദശാസ്ത്ര തലമാണ്. മൂന്നാമത് വീണ്ടും ഒരു കാര്യം കൂടി ഓർത്തോണം, വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഒരു വിത്തിൻ്റെ ഉദയവും വളർച്ചയും ഒക്കെ നമ്മൾ ചിന്തിക്കണം. പണ്ട് പറയാറുണ്ട്, വിത്ത് കുത്തുക എന്ന് പറയാറുണ്ട്. അതായത് നിവൃത്തികേട് വരുമ്പോൾ, ശ്രദ്ധയില്ലായ്മ വരുമ്പോൾ, അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി ചരതിച്ചു വെച്ചിരിക്കുന്നത് കൂടി എടുത്ത് നശിപ്പിക്കുന്ന ഒരു തലം ചില ധാരാളികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വിത്തെന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലത്തിൽ വിത്ത് വിതയ്ക്കണമെങ്കിൽ ചുമ്മാതെ വിതയ്ക്കുമല്ല. അവൻ വ്രതസ്ഥനായിരിക്കണം, ആ വിത്ത് ഏറ്റവും നല്ലതായിരിക്കണം. ആ വിതയ്ക്കുന്ന വിത്തിൻ്റെ പരാഗണം മൂലം അടുത്തുള്ള പാടശേഖരങ്ങളിലെ വിത്തുകൾ ശക്തമായി, മുളകൾ ശക്തമായിട്ട് വരണം, അഴുക്കാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വ്രതത്തോടും പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടിയ ഒരു കർഷകൻ വിത്തിനെ സൂക്ഷിക്കുന്നത്. അതായത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ വിത്ത് മാറ്റി വയ്ക്കുമ്പോൾ അതിനൊരു പവിത്രമായ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലെ മുറിയിൽ നിന്ന് മാറ്റി അതിനെ പ്രത്യേകമായി പരിപാലിക്കുമായിരുന്നു. ഒരു രീതിയിലും മുടങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം വിത്തിനോട് അത്രമാത്രമായ താല്പര്യമാണ്. ഈ ഒരു വിത്ത് വിതയ്ക്കുവാന്ന് വെച്ചോ, അത് പാടത്തിൽ വിതയ്ക്കുന്നു, അത് ചെളിയിൽ കിടക്കുന്നു, കർത്താവ് പറഞ്ഞതുപോലെ ജീർണിക്കുന്നു, അത് മുളച്ചു വരുന്നു, കാറ്റേൽക്കുന്നു, മഴയേൽക്കുന്നു, ചൂടേൽക്കുന്നു. അതിൻ്റെയൊക്കെ അവസാനമായി ആ ഒരു വിത്തിൽ നിന്ന് കണക്കില്ലാത്ത വിത്തുകൾ പിന്നെയും രൂപപ്പെട്ടു വരികയാണ്. അതിങ്ങനെ നമ്മൾ ഓർത്തോണം, ഒരു നെൽച്ചെടിയുടെ മുകളിൽ ഒരു കുറേ വിത്തുകൾ ഇങ്ങനെ നിടന്ന് നിൽക്കുമ്പോൾ എത്ര ഭംഗിയാന്ന് മാത്രം ചിന്തിക്കരുത്. ഈ വിത്ത് കടന്നു വന്ന ചില വഴികളുണ്ട്. ചെളിയിൽ വീണതും, ചവിട്ടേറ്റതും, വളപ്രയോഗം നടത്തപ്പെട്ടതും, കള പറിക്കാൻ നേരം അനുഭവിച്ച നൊമ്പരങ്ങളും, കാറ്റും മഴയും വെയിലുമേറ്റതും, അത് കൊയ്തെടുത്തപ്പോൾ ഉണ്ടായ നൊമ്പരങ്ങളും, ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ കൊണ്ടാടുമ്പോൾ എന്നെയും നിങ്ങളെയും ഒരു വലിയ കാര്യം സഭ പരമേൽപ്പിക്കുകയാണ്. ഇതുവരെയും നമ്മൾ എവിടെയാണ് വിതയ്ക്കപ്പെട്ടതെന്ന് ഓർക്കണം. വിതയ്ക്കപ്പെട്ടത് എവിടെ? ആരാണ് വിതച്ചത്? എങ്ങനെയാണ് വളർന്നത്? കളയോടൊപ്പം വളർന്നിട്ടും വിളയുടെ ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെതായ മുകൾ തട്ടിൽ അത് ശോഭിക്കുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ട വിത്തുകളായി മാറ്റപ്പെടുന്നുണ്ടോ? അതിൻ്റെ ഒറിജിനൽ സ്വഭാവത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓർത്തോണം, നിങ്ങളും ഞാനുമൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വിത്തുകളാണ്. പക്ഷേ ഒരുപാട് ഫിസിക്കൽ പോളിനേഷൻസ് വേറെ വന്നു ചേർന്നു. അതുകൊണ്ട് ഗുണം ഒത്തിരി പോയി, മണം ഒത്തിരി പോയി. അതുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഒരു ഒറിജിനൽ നേച്ചറുണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നേച്ചർ, ദൈവത്തിൻ്റെ മണത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടത്. ഏദനിൽ ആദാം പാപം ചെയ്തെങ്കിലും നമുക്ക് വിശുദ്ധമായ മിശിഹായുടെ പരിമളവാസന കൊണ്ടും മൂറോൻ കൊണ്ട് നൽകപ്പെട്ട ആ നേച്ചർ ലോകത്തിൽ എത്രയൊക്കെ സ്വാധീനമുണ്ടെങ്കിലും ദൈവത്തെ വിളിക്കാത്തവർ കാണും, പ്രാർത്ഥിക്കാത്തവർ കാണും, അഹങ്കാരികൾ കാണും, മോശമായി ജീവിക്കുന്നവർ കാണും. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും പരിപക്വമാക്കുന്ന, പുഷ്കലമാക്കുന്ന പോളിനേഷൻ, ആ പരാഗണം പരിശുദ്ധ റൂഹായുടേതാകണം. അമ്മയുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ശക്തമായി പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവിനെ നെഞ്ചോട് ചേർത്ത് അനുഭവിച്ച ചൂടിലൂടെ നൊമ്പരങ്ങളെയൊക്കെ മറന്നവളാണ് അമ്മ. ചുറ്റുവട്ടത്തിൽ എന്തൊക്കെ പറയുന്നു എന്ന് അവൾ ശ്രദ്ധിക്കാൻ പോയില്ല. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി,
നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നിങ്ങൾ ഏത് നൊമ്പരത്തിലും പ്രതിസന്ധിയിലുമാണെങ്കിലും കുറഞ്ഞുപോയ പ്രാർത്ഥനകളൊക്കെ ശക്തീകരിക്കണം, നൊയമ്പനുഷ്ഠാനങ്ങളൊക്കെ ശക്തീകരിക്കണം. അമ്മയെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റി, ദൈവത്തെ അമ്മയുടെ മുമ്പിൽ നിന്ന് മാറ്റി അമ്മയെ കാത്തോളെ എന്ന് പറയുന്നതല്ല. എൻ്റെ തമ്പുരാൻ്റെ മുൻഭാഗം മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയെ കാണണം. ആ അമ്മയുടെ ഓർമ്മ പെരുന്നാൾ എപ്പോഴും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, കന്യകയായി വിമലതയിൽ നിന്നെ പെറ്റവളോടൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ ദൈവം അവസരം തന്നതിനെ നന്ദിയോട് ഓർക്കുകയാണ്.